ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ, നമ്മൾ ഓരോ പ്രാവശ്യവും ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണാത്ത എത്രയോ വചനങ്ങളാണ് അല്ലേ. അനർക്കനിധിയാണ് വചനം. തപ്പും തോറും വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുക. അല്ലേ ലുയ്യ. എനിക്ക് പുതിയ പുതിയ വചനങ്ങൾ നിങ്ങൾക്ക് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കത് പഠിക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളത് പഠിക്കണം. അല്ലേ ലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം, അത് ഒരു പ്രവാചക ദബോറയുടെ വലിയൊരു കീർത്തനമാണ്. വലിയൊരു വിജയം വരിച്ചതിന് ശേഷം നടന്ന ഒരു കീർത്തനമാണ്. അവിടെ പറയാണ്, എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു, എന്തെന്നാൽ അവർ തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുവല്ലോ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചൊരു കാര്യം, അതായത് ഇസ്രായേലിൽ യുദ്ധം ചെയ്ത സേനയുണ്ടല്ലോ, സൈന്യം. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ്, അവർ തങ്ങളെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചല്ലോ, അതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുവിൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചേ, നമ്മൾ ഈ രാജ്യത്തിലെ സൈന്യത്തെ ഓർത്ത് എന്തെങ്കിലും കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമ്മളുടെ നേതാക്കന്മാരെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ വില്ലേജ് ഓഫീസറെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അതൊക്കെ അവർ ജോലി ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്നതല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വാസ്തവത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്തുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നതല്ലേ ഹൈലൈറ്റ് ചെയ്ത് പറയും. പക്ഷേ അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പോലീസുകാർ, ഡോക്ടർമാർ, ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാവരും, നമ്മുടെ ഭരണാധികാരി, അവരെല്ലാം ഓർത്ത് കർത്താവിനെ വാഴ്ത്തുവാൻ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയും. എന്നിട്ട് പറയുകയാണ്, അവരെ എന്തൊക്കെ പറഞ്ഞാലും ശരി അല്ലേ, ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ റെഡിയായല്ലോ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കാണുമ്പോഴും പോകുമ്പോഴും യാത്ര ചെയ്യലും ഓഫീസ് ചെല്ലുമ്പോഴും ഒക്കെ അവരെല്ലാം ഓർത്ത് കർത്താവിനെ നന്ദി പറയാനും കർത്താവിനെ വാഴ്ത്താനും തുടങ്ങിയാൽ ഒരു കൃപയുടെ ജീവിതം ഈശോ തരും. ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.